हेलो दोस्तों, आज के हिंदी कक्षा के लिए सबको स्वागत है। मैं आपकी हिंदी अध्यापिका श्रीजिता हूँ। क्या आप सब कुशल है ना? मैं भी ठीक हूँ। बच्चों, आज हम एक नया पाठ सीखेंगे। पाठ एक कविता है। कविता का नाम है जीवन के गीत लिखो। उसका अर्थ है ജീവിതത്തിൻ്റെ പാട്ട് എഴുതൂ, ജീവിതമാകുന്ന പാട്ട് എഴുതൂ എന്ന് വെച്ചാൽ हम सीखेंगे सहज बुद्धि, विवेक, सकारात्मक सोच, समस्या समाधान, प्रकृति के विभिन्न उपादानों के प्रति सजगता आदि हम इस कविता से सीखेंगे। इसका अर्थ है सहज बुद्धि। सहज बुद्धि എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധി, വിവേക് തിരിച്ചറിവ്, സകാരാത്മക സോച്ച് പോസിറ്റീവ് തിങ്കിങ്, സമസ്യ സമാധാൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തൽ, പ്രകൃതിക്ക് വിഭിന്ന ഉപാദാനോക്കെ പ്രതി സജഗത പ്രകൃതിയുടെ പല രൂപങ്ങളോടും അതിനോട് നീതി പുലർത്തുക. ഇതെല്ലാം നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ്. ലിസൺ യുവർ പോയം. जीवन के गीत लिखो, कितनी भी पीड़ा हो तुम हंसते मीत दिखो, संकल्पी आंखों में सूरज के सपने ले, अंधियारी रातों में एक दिया जला दो, पलकों पर जो ठहरे आंसू उनको भी तुम मोती सी कीमत दो, अंदस का प्यार दो और नई रीत लिखो. जीवन के गीत लिखो, मुक्त गगन में उड़कर धरती पर जो आया, पंछी से पूछो तो घोंसला ही क्यों पाया, छेद हृदय में गहरे कितने भी हो लेकिन बांसुरी से पूछे तो मन उसका क्यों गाया, दर्द सहो और हंसो, जीवन के गीत लिखो, कितनी भी पीड़ा हो तुम हंसते मीत दिखो. ये कविता डॉक्टर चंद्रकुमार जैन की है. उनकी एक कविता है जीवन के गीत लिखो. इसका अर्थ देखिए. जीवन के गीत लिखो, कितनी भी पीड़ा हो तुम हंसते मीत दिखो. पीड़ा का अर्थ है दर्द, पेन. मीत मित्र, दोस्त, फ्रेंड. जीवन के गीत लिखो, कितनी भी पीड़ा हो तुम हंसते मीत दिखो. कितनी भी पीड़ा होते हैं हमारे जीवन में. कितनी भी പീഡാ ഹോ, നമ്മുടെ ജീവിതത്തിൽ എത്ര കഠിനമായ വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും തും ഹസ്തേ മീത്ത് ദിഗോ, നിങ്ങൾ ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണണം എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ എപ്പോഴും വിഷമം ഉണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ദുഃഖമുണ്ടെങ്കിലും നാം എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടിയായിരിക്കണം നമ്മുടെ സുഹൃത്തുക്കളെ കാണേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും ചിരിച്ച മുഖവുമായിട്ടായിരിക്കണം മുന്നിൽ വരേണ്ടത്. നെക്സ്റ്റ് സ്റ്റാൻസ. संकल्पी आंखों में सूरज के सपने ले, अंधियारी रातों में एक दिया जला दो. संकल्पी आंखों में. संकल्पी आंख मीन्स डिटरमൈൻഡ്. संकल्पी डिटरമൈൻഡ്. डिटरമൈൻഡ് ആംഖോ കണ്ണുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഉറച്ച ദൃഢനിശ്ചയത്തോടു കൂടെയുള്ള കണ്ണുകളിലൂടെ സൂരജ് കെ സപ്നയിലെ, നമ്മൾ ആരെയാണ് സ്വപ്നം കാണേണ്ടത്? സൂര്യനെയാണ് സ്വപ്നം കാണേണ്ടത്. എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ എന്തെല്ലാം വിഷമമുണ്ടെങ്കിൽ നമ്മൾക്കൊരു ലക്ഷ്യമുണ്ടാവുമല്ലോ. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നേറുക തന്നെ വേണം. ഏതുപോലെ അന്തിയാരി രാത്തോമേ ഏക് ദിയ ജലാദോ, ഒരു കൂരിരുട്ടുള്ള രാത്രിയിൽ ഒരു വിളക്ക് കത്തിച്ച് ജ്വലിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക തന്നെ വേണം. പലകോം പർ ജോ ടെഹരെ ആൻസു ഉൻകോ ബി തും മോത്തി സി കീമത്ത് ദോ, അന്തസ് കാ പ്യാർ ദോ ഓർ നയി രീത് ലിഖോ. പലകോം പർ ജോ ടെഹരെ. പലക് മീൻസ് ഐബ്രോസ്. ഐബ്രോസിൽ തങ്ങി നിൽക്കുന്ന. ആൻസു ഉൻകോ ബി തും മോത്തി സി കീമത്ത് ദോ, കണ്ണിലെ ഐബ്രോസുകളിൽ തങ്ങി നിൽക്കുന്ന കണ്ണുനീർ തുള്ളിക്ക് എന്തിൻ്റെ വില നൽകണം നമ്മൾ? ഒരു മുത്ത്, പേളിൻ്റെ വില
നൽകണം എന്ന് വെച്ചാൽ ആ കണ്ണുനീർ തുള്ളി നമ്മുടെ മനസ്സിലെ വിഷമം കൊണ്ടാണ് നമുക്ക് കണ്ണിൽ കണ്ണുനീർ വരുന്നത് അല്ലേ. ആ കണ്ണുനീർ തുള്ളി അതിനെ നമ്മൾ പഴിക്കാതെ ശപിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പേളിൻ്റെ മുത്തിനെ പോലെ ലൈക്ക് എ പേളിനെ പോലെ വില നൽകണം. അതിന് അത്രയും വിലയുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം. അന്തസ് കാ പ്യാര് ദോ ഓർ നയി രീത് ലിഖോ. നാം നമ്മുടെ ഹൃദയത്തെ തന്നെ, നമ്മളെ തന്നെ സ്വയം സ്നേഹിക്കുകയും വേറെ ആരെയും എന്ത് ചെയ്യണ്ട, ആര് പറഞ്ഞതും അതിൽ വിഷമിച്ചിരിക്കാതെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മുടെ ഹൃദയത്തെ സ്നേഹിച്ച് ജീവിതത്തിന് ഒരു പുതിയ രീതിയിലേക്ക് കൊണ്ടുവരൂ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പുതിയ രീതിയിൽ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തെ സന്തോഷമുള്ളതാക്കൂ. നമ്മൾ ദുഃഖത്തിൽ വിഷമിച്ചിരിക്കാതെ പിന്നെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്നേഹിക്കണം, ജീവിക്കണം. ദെൻ നെക്സ്റ്റ് സ്റ്റാൻസ, जीवन के गीत लिखो, मुक्त गगन में उड़कर धरती पर जो आया, पंछी से पूछे तो घोंसला ही क्यों पाया, छेद हृदय में गहरे कितने भी हो लेकिन बांसुरी से पूछे तो मन उसको क्यों खाया, दर्द सहो और हंसो. मुक्त गगन में उड़कर धरती पर जो आया. मुक्त गगन मीन्स ആസാദ്, ഗഗൻ ആകാശ്, ഇൻഡിപെൻഡൻറ്റ്, ഫ്രീ അല്ലേ. ഗഗൻ ആകാശ്, സ്കൈ എന്ന് വെച്ചാൽ വിശാലമായ തുറസ്സായ എന്ന് വെച്ചാൽ സ്വതന്ത്രമായ ആകാശത്തിലൂടെ ഭൂമിയിലേക്ക് പറന്നു വന്ന പക്ഷികളോട് നിങ്ങൾ ചോദിക്കൂ. ഘോൻസലാഹി ക്യോം ഭായ, നിങ്ങൾക്ക് പക്ഷിക്കൂടുകളാണോ നല്ലത്. അതുപോലെ ചേത് ഹൃദയമേ ഗഹരെ കിത്തനെ ബി ഹോ ലേക്കിൻ ബാൻസുരി സെ പൂച്ചോ തോ मन उसका क्यों गाया, दर्द सहो और हंसो. छेद हृदय में गहरे कितने भी हो लेकिन അല്ലേ. ഛേദ് ഹൃദയ് എന്ന് പറഞ്ഞാൽ മുറിവേറ്റ, ആഴത്തിൽ മുറിവേറ്റ ഹൃദയത്തിൽ കിത്തനി ബി ഹോ, എത്രത്തോളമുണ്ട് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേറ്റിട്ട്, ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽക്കാൻ അത്രയും വിഷമം അനുഭവിക്കുക. ലേക്കിൻ ബാൻസുരീസെ പൂച്ചോത്തോ, നിങ്ങൾ അങ്ങനെ സഹിക്കുന്ന നിങ്ങൾ ബാൻസുരി മീൻസ് ഫ്ലൂട്ട്, ഓടക്കുഴലിനോട് ചോദിക്കൂ. മൻ ഉസ്കാ ക്യോം ഭായ, അല്ലേ, ഖായ, എന്തുകൊണ്ടാണ് മനസ്സിൽ ഇത്രയും വിഷമമുണ്ടായിട്ടും ഹോളുകൾ അല്ലേ, ഹൃദയത്തിൽ മുഴുവൻ ഹോളുകൾ എന്ന് വെച്ചാൽ ഓടക്കുഴലിൽ മുഴുവൻ ഹോളുകളല്ലേ, ആ ഹോൾസിലൂടെ ഇത്രയും മധുരമായ സംഗീതം പുറപ്പെടുന്നത് എങ്ങനെയാണ്. ദർദ് സഹോ ഓർ ഹസോ, ഇതുപോലെ വേദന സഹിച്ചിട്ടല്ലേ. അതുപോലെ നിങ്ങളും എന്ത് ചെയ്യൂ, എത്ര വിഷമമുണ്ടെങ്കിലും സഹിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ചു കാണിക്കൂ. ജീവൻ കെ ഗീത് ലിഖോ കിത്തനി ബി പീഡാഹോ തും ഹസ്തേ മീത് ദിഗോ. ജീവിതത്തിലെ കിത്തനി ബി പീഡാഹോ തും ഹസ്തേ മീത് ദിഗോ, എത്രത്തോളം ജീവിതത്തിൽ വേദന അനുഭവിച്ചാലും വിഷമമുണ്ടെങ്കിലും നമ്മൾ ചിരിച്ച മുഖത്തോടു കൂടി മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കൂ. അങ്ങനെയുള്ള ഒരു ജീവിതത്തിൻ്റെ പാട്ട് എഴുതൂ എന്നാണ് ഈ കവിതയിലൂടെ കവി പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ വിഷമമുണ്ടെങ്കിലും അതെല്ലാം സഹിച്ച് നാം നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ സഹതാപം പറഞ്ഞ് അല്ലെങ്കിൽ പരിഭവിച്ച് കരഞ്ഞും നമ്മുടെ ജീവിതം വേസ്റ്റാക്കരുത് എന്നാണ് കവി പറയുന്നത്. एक बार भी देखिए, जीवन के गीत लिखो, जीवन के गीत लिखो कितनी भी पीड़ा हो, तुम हंसते मीत दिखो संकल्पी आंखों में, सूरज के सपने ले अंधियारी रातों में, एक दिया जला दो पलकों पर जो ठहरे, आंसू उनको भी तुम मोती सी कीमत दो, अरदस का प्यार दो और नई रीत लिखो, जीवन के गीत लिखो. मुक्त गगन में उड़कर धरती पर जो आया, पंछी से पूछो तो घोंसला ही क्यों पाया, छेद हृदय में गहरे कितने भी हो लेकिन बांसुरी से पूछो तो मन उसका क्यों गाया, दर्द सहो और हंसो. जीवन के गीत लिखो कितनी भी पीड़ा हो, तुम हंसते मीत दिखो. इस कविता के कवि कौन थे? डॉक्टर चंद्रकुमार जैन. समझ गया है आपको ये कविता? तो आप ये शब्दार्थ देखिए.
पीड़ा, दर्द, पेन। मीत, मित्र, दोस्त, फ्रेंड। अंदस, हृदय, हर्ट। रीद, रीति, टंग, ट्रेडिशन। मुक्त, आज़ाद, इंडिपेंडेंट, फ्री। गगन, आकाश, स्काई। पंछी, पक्षी, बर्ड। ये आपके नोटबुक में लिखिए। अगला है आंसर ओरली, बताइए। फर्स्ट क्वेश्चन, कवि कैसे गीत लिखने की बात कर रहा है? कवि कैसे गीत लिखने की बात कर रहा है? इसका उत्तर है जीवन के गीत। जीवन के गीत लिखने की बात कर रहा है। സെക്കൻഡ് ക്വസ്റ്റ്യൻ, കവി കബ് ഹസ്നേക്കോ कहते हैं? കവി എപ്പോഴാണ് ചിരിക്കാൻ പറയുന്നത്? കവി पीड़ा में भी हंसने अर्थात खुश रहने को कहा है। कवि ने पीड़ा में भी हंसने अर्थात खुश रहने को कहा है। തേർഡ് വൺ, സൂരജ് കെ സപ്നെ കൈസെ ഹോങ്കെ? സൂര്യൻ്റെ സ്വപ്നം എങ്ങനെയുണ്ടാകും? सूरज के सपने रोशनी से युक्त अर्थात सभी को सुख पहुँचाने वाले होंगे. സൂര്യൻ്റെ സ്വപ്നം എങ്ങനെയുണ്ടാകുമെന്ന് ചോദിച്ചാൽ നല്ല പ്രകാശപൂരിതമായിരിക്കും അല്ലേ? എന്ന് വെച്ചാൽ എല്ലാവർക്കും വെളിച്ചവും പ്രകാശവും ചൂടും നൽകി എല്ലാവർക്കും സുഖം പ്രദാനം ചെയ്യുന്നു. लास्ट क्वेश्चन, बांसुरी में अनेक छेद है फिर भी कैसे आवाज़ निकलती है? ഓടക്കുഴലിൽ ഫ്ലൂട്ടിൽ ഒരുപാട് ഹോൾസുകളുണ്ട്. ഛേദ് മീൻസ് ഹോളുകൾ. ഫിർ ബി കേസെ ആവാസ് നികൽത്തി ഹെ, എന്നിട്ടും എങ്ങനെയാണ് അതിൽ നിന്ന് മധുരമായ സൗണ്ട് പുറത്തേക്ക് വരുന്നത്? इसका उत्तर है बांसुरी में अनेक छेद है अर्थात पीड़ा है फिर भी उसका मन मधुर आवास में गाता है. ബാൻസുരിയിൽ ഒരുപാട് ഛേദ് ഹോളുകളുണ്ട് അല്ലേ? എന്ന് വെച്ചാൽ അതിൽ വേദന പീഡകളാണുള്ളത്. ഹോൾ ഉദ്ദേശിക്കുന്ന പീഡ വേദന. ഫിർ ബി ഉസ്കാ മൻ മധുർ ആവാസ് में गाता है, എന്നിട്ടും അത് നല്ല മധുരമായ സ്വരത്തിൽ പാട്ട് പാടുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, കവി അന്ധേരി രാത്തോ മേ ക്യാ കർണ ചാഹത്താ ഹെ? കവി അന്ധേരി രാത്തോ മേ, ഇരുട്ടുള്ള രാത്രിയിൽ എന്ത് ചെയ്യാനാണ് കവി നമ്മളോട് പറയുന്നത്? കവി അന്ധേരി രാത്തോ മേ ഏക് ദിയ ജലാനെ കി ബാത് കർ രഹാ ഹെ. കവി ഇരുട്ടുള്ള രാത്രിയിൽ ഒരു വിളക്ക് കത്തിച്ചു വെക്കാനാണ് പറയുന്നത്. ये सब आपके नोटबुक में लिखिए. अगला कार्य है श्रवण कौशल, लिसनिंग स्किल्स. लिसनिंग स्किल में आपके टेक्स्ट बुक के बैक पेज पर दिए गए पद्य के आधार पर प्रश्नों के उत्तर लिखिए. पद्य देखिए. जीवन के गीत लिखो. मुक्त गगन में उड़कर धरती पर जो आया, पंछी से पूछो तो घोंसला ही क्यों भाया, छेद हृदय में गहरे कितने भी हो लेकिन बांसुरी से पूछो तो मन उसका क्यों गाया, दर्द सहो और हंसो जीवन के गीत लिखो, कितनी भी पीड़ा हो तुम हंसते मीत दिगो. इसके आधार पर प्रश्नों के उत्तर लिखिए. फर्स्ट क्वेश्चन, पक्षी कैसे आकाश से आया? सेकंड वन, कवि पक्षी से क्या पूछना चाहता है? थर्ड वन, बांसुरी से कवि क्या जानना चाहता है? फोर्थ वन, कवि क्या संदेश देना चाहता है? इसका उत्तर आपके नोटबुक में लिखिए. देन नेक्स्ट एक्टिविटी, विचार कौशल, थिंकिंग स्किल्स. सकारात्मक सोच प्रत्येक प्राणी के लिए लाभदायक है. इस विषय में अपने विचार लिखिए. സകാരാത്മക സോച്ച്, പോസിറ്റീവ് തിങ്കിങ് ഓരോ ജീവികൾക്കും വളരെ ഗുണകരമുള്ളതാകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ये भी आपके नोटबुक में लिखिए. देखिए, सकारात्मक सोच रखें, यह सबके लिए लाभदायक होती है. संसार में हर मनुष्य के जीवन में दुख आते हैं. जो घबरा कर हतोत्साहित हो जाते हैं उनका उबरना मुश्किल होता है. पर यदि हम दर्द को परे करके घबराए नहीं, उसे अनदेखा करके सकारात्मक सोच के साथ आगे बढ़े तो जीवन अच्छा बीतता है. ऐसा करते रहने से सफलता
स्वतः ही तुम्हारी इस तरफ आ जाएगी. कुछ पीड़ा कुछ कमियां होने पर भी यदि जो प्राप्त है उस तरफ देखे तो जीवन खुशहाल होगा. അടുത്ത് देखिए, സകാരാത്മക സോച്ച് രേഖ. എല്ലാവരും വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി ചിന്തിക്കണം. ये सबके लिए लाभदायक होती है. ഇതെല്ലാവർക്കും ഗുണകരമായിരിക്കും. संसार में हर मनुष्य के जीवन में दुख आते हैं. ലോകത്തിലെ ഓരോ മനുഷ്യർക്കും അവരുടേതായ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു. ജോ ഘബരാക്കർ ഹതോത്സാഹിത് ഹോ ജാത്ത ഹെ. ആ ദുഃഖത്തിൽ പേടിച്ച് എല്ലാവരും നിരുത്സാഹപ്പെടുന്നു. ഉൻക ഉബർന മുഷ്കിൽ ഹോത്ത ഹെ. അതിൽ നിന്ന് കരകയറാൻ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. पर यदि हम दर्द को परे करके घबराए नहीं, उसे अनदेखा सा करके सकारात्मक सोच के साथ आगे बढ़े. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വേദനകളൊക്കെ വരുമ്പോൾ അതിൽ പരിഭ്രമിച്ചു നിൽക്കാതെ അതിനെ മൈൻഡ് ചെയ്യാതെ അതിനെ മൈൻഡ് ചെയ്യാതെ പോസിറ്റീവ് മൈൻഡോട് കൂടി സമീപിക്കുകയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് വരും. തോ ജീവൻ അച്ചി ബീത്ത ഹെ. അങ്ങനെ നമ്മുടെ ജീവിതം വളരെ നല്ലതായി തീരുന്നു. ऐसा करते रहने से सफलता സ്വതः ही तुम्हारी तरफ आ जाएगी. അങ്ങനെ ചെയ്യുമ്പോൾ വിജയം നമ്മുടെ നേരെ തന്നെ വരും. എന്ന് വെച്ചാൽ നമുക്ക് വിജയം പ്രാപ്തമാവുക തന്നെ ചെയ്യും. कुछ पीड़ा कुछ कमियां होने पर भी यदि जो प्राप्त है उस तरफ देखे तो ജീവൻ खुशहाल होगा. കുറച്ച് വേദനകളും അതുപോലെ കുറവുകളുമെല്ലാം സഹിച്ച് നമ്മൾ വിജയം കൈവരിക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്നേക്കുമുള്ള സന്തോഷത്തിനുള്ള വകയായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാവരും പോസിറ്റീവ് മൈൻഡോടുകൂടി ജീവിക്കുക എന്നാണ് കവി ഇവിടെ പറയുന്നത്. ദെൻ അഗല കാര്യ ഹെ പ്രശ്നോं के उत्तर लिखिए. आंसर दी क्वेश्चंस. फर्स्ट क्वेश्चन, जीवन के गीत लिखने से कवि का क्या तात्पर्य है? इसका अर्थ देखिए. ജീവിതത്തിന് പാട്ട് എഴുതുക എന്ന് കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? ദുഃഖ തോ ആത്തെ ജാത്തെ രഹത്തെ ഹെ തും ഉനെ ഹസ്കർ സഹോ. നമ്മുടെ ജീവിതത്തിൽ ദുഃഖം വരികയും പോവുകയും ചെയ്യും. പക്ഷെ നമ്മൾ അതിനെയെല്ലാം ചിരിച്ചുകൊണ്ട് നേരിടാനാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. नेक्स्ट क्वेश्चन, उजाले से युक्त सपने देखने के लिए आंखों में कैसा भाव होना चाहिए? ഉജാല മീൻസ് പ്രകാശ്. പ്രകാശയുക്തമായ സ്വപ്നം കാണുന്നതിന് വേണ്ടി കണ്ണുകളിൽ എന്ത് ഭാവമാണ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് വെച്ചാൽ കവി നമ്മളോട് വളരെ പ്രകാശപൂരിതമായ സ്വപ്നം കാണാൻ പറയുന്നുണ്ട്. इसका उत्तर है अंधेरे को. अंधेरा मीन्स कठिनाइयों को अपनी समझदारी से हटा देंगे. അങ്ങനെയുള്ള സ്വപ്നം കാണണമെങ്കിൽ നമ്മൾ ഇരുട്ടാകുന്ന ബുദ്ധിമുട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് സമജ്ദാരി എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ് കൊണ്ട് നമ്മൾ അതിനെ ഇല്ലായ്മ ചെയ്യണം. देन थर्ड क्वेश्चन, कवि आंसुओं को मोती सी कीमत और हृदय का प्रेम देने को क्यों कहता है? കവി കണ്ണുകളിൽ നിന്ന് വീഴുന്ന കണ്ണുനീർത്തുള്ളികളെ മുത്തിനെ പോലെ കാണാനും ഹൃദയത്തെ സ്നേഹിക്കാനും ഹൃദയത്തിന് സ്നേഹം നൽകാനും പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന്. आंसुओं को मोती के समान कीमती मानो और हृदय का प्यार दो. आंसुओं का तिरस्कार मत करो, इस तरह एक नई रीत की शुरुआत करो. എന്ന് വെച്ചാൽ കണ്ണുനീർത്തുള്ളിക്ക് മുത്തിൻ്റെ വില നൽകുകയും ഓർ ഹൃദയ കാ പ്യാർ ദോ, ഹൃദയത്തെ സ്നേഹിക്കുകയും ചെയ്യൂ. ആൻസുവോं का तिरस्कार करो. ആൻസു കണ്ണുനീരുകളെ തിരസ്കരിക്കൂ. इस तरह एक जीवन के नई रीति की शुरुआत करो. ഇപ്രകാരം ഒരു പുതിയ രീതിയെ ആരംഭം കുറിക്കൂ എന്നാണ് കവി പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, സ്വച്ഛന്ത ആകാശമേ ഉഡ്നെ വാലെ പക്ഷിക്കോ ക്യാ അച്ഛാ ലഗ്താ ഹെ? സ്വതന്ത്രമായ ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷിക്ക് എന്താണ് നല്ലതായി തോന്നുന്നത്? इसका उत्तर है स्वच्छंद आकाश में उड़ने वाले പക്ഷി को अपना घोंसला ही अच्छा लगता है. സ്വതന്ത്രമായ ആകാശത്തിലൂടെ പറന്നു വരുന്ന പക്ഷിക്ക് തൻ്റെ കൂടാണ് നല്ലതായിട്ട് തോന്നുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദർദ് സഹത്തെ ഹുയെ ഹസ്നെ കെ പീछे കവി കാ ക്യാ ഭാവ് ഹോ സക്താ ഹെ? വേദന സഹിച്ച് ചിരിക്കൂ എന്ന് പറയുന്നതിനോട് കവിയുടെ താല്പര്യം എന്താണ്? ഭാവ് എന്താണ് കവി അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? इसका उत्तर है दर्द दिखाने में तुम्हारा महत्व नहीं, उससे दर्द बढ़ेगा. उसे भूलकर हंसने से थोड़ा चैन मिलेगा. വേദന മനസ്സിൽ വേദന ഉണ്ടാകുമ്പോൾ കരഞ്ഞു കാണിക്കുന്നത് നിങ്ങൾക്ക് ചേരുന്ന ഗുണമല്ല, മഹത്വമല്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വേദന ഒന്നും കൂടി കൂടുകയേ ഉള്ളൂ. ഉസേ ഭൂൽക്കർ, അത് മറന്നിട്ട് നമ്മൾ ചിരിക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ ചിരിക്കുകയാണെങ്കിൽ നമുക്കല്പം ആശ്വാസമെങ്കിലും കിട്ടും എന്നാണ് കവിയുടെ ഉദ്ദേശിക്കുന്നത്. ये भी आपके नोटबुक में
टेक्स्ट बुक में लिखिए। अगला कार्य है दिए गए भावों के लिए कविता का उचित अंश लिखिए। റൈറ്റ് ദ ലൈൻസ് ഓഫ് പോയം വിച്ച് ഹാസ് ഫോളോയിങ് മീനിങ്സ്. ഇവിടെ അർത്ഥം തന്നിട്ടുണ്ട്. ആ അർത്ഥം വരുന്ന വരികൾ പദ്യഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുക. फर्स्ट वन, संकल्प से युक्त आंखों में प्रकाशपूर्ण सपने ले और अंधेरी रातों में कठिनाई के सपने में खुशियों का दीपक जलाए രകെ കബി നിരാശ് ന ഹോ. ആ അർത്ഥം വരുന്ന വരികൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുക. സെക്കൻഡ് വൺ, ആംഖോ മേ ഭരെ ആൻസുവോं को मोती के समान कीमती मानो उसे अपने हृदय का प्यार दो इस तरह एक नई रीत की शुरुआत करो. अर्थात दुख में भी मुस्कुराने से गम कम हो जाते हैं. കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്ന കണ്ണുനീർ തുള്ളികൾക്ക് പേളിൻ്റെ മുത്തിൻ്റെ വില നൽകൂ. ഉസെ അപ്പിനെ ഹൃദയക്ക പ്യാർദോ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹിക്കൂ. ഇസ് തര ഏക്ക് നയി രീതിക്ക് ശുരുവാത് കരോ. ഇപ്രകാരം ഒരു പുതിയ രീതി ആരംഭിക്കൂ. എന്ന് വെച്ചാൽ ദുഃഖമേം ബി മുസ്കരാനേസെ, ദുഃഖത്തിലും നമ്മൾ ചിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഗം കം ഹോ ജാത്ത ഹേ, നമ്മുടെ ദുഃഖം കുറച്ചെങ്കിലും കുറഞ്ഞു കിട്ടും. ഇങ്ങനെ അർത്ഥം വരുന്ന വരികൾ കണ്ടെത്തി എഴുതുക. ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക. നെക്സ്റ്റ്, ഭാഷാ കൗശൽ, ലാംഗ്വേജ് സ്കിൽസ്. दिए गए शब्दों के पर्यायवाची शब्द लिखिए. റൈറ്റ് സിനോണിയംസ് ഓഫ് ഗിവൺ വേർഡ്സ്. സിനോണിയംസ് എഴുതാനാണ്. ബ്രാക്കറ്റിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ദീപ്, നേത്ര, അംബർ, ദർദ്, മിത്ര, ആകാശ്, നയൻ, ദീപക്, ദോസ്ത്, വേദന. ഇവിടെ സൈഡിൽ വേർഡ്സ് കൊടുത്തത് മീത്ത്. മീത്ത് മീൻസ് ദോസ്ത്. ആങ്ക്, നേത്ര. ദിയ, ലാമ്പ്, ഗഗൻ, സ്കൈ, പീഡ, പെയിൻ. ഈ അർത്ഥം വരുന്ന സിനോണിയംസ് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത്. ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക. ദെൻ ദിയെ ഗയെ ശബ്ദോं का വർണ്ണവിച്ഛേദ് करके लिखिए. സ്പ്ലിറ്റ് ദ ലെറ്റേഴ്സ് ഓഫ് ദ ഗിവൺ വേർഡ്സ്. വർണ്ണവിച്ഛേദ് ചെയ്യാനാണ് അടുത്തത്. സങ്കൽപ്പി, അന്തസ്, ഗോൻസ്ല, ബാൻസുരി, ആൻസു. देन लास्ट एक्टिविटी, कवितांश में से विशेषण और विशेषी चुनकर लिखिए. चूज एंड राइट द एडजेक्टिव एंड सब्सटेंटिव फ्रॉम द स्टैंजा. संकल्पी आंखों में, सूरज के सपने ले, एक दिया जला दो, मोती सी कीमत और नई रीत लिखो. ഇതിൻ്റെയൊക്കെ വിശേഷണവും വിശേഷ്യം അതാത് സ്ഥാനത്ത് ഉചിതമായ സ്ഥാനത്ത് എഴുതുക. ये सभी कार्य आपके टेक्स्ट बुक में लिखिए. बच्चों, आज पढ़े गए सभी कार्य आपको समझ गया है? समझ है तो आप एक पाठ को अच्छी तरह पढ़िए. आज की कक्षा समाप्त करती हूँ. धन्यवाद.